സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഈ ചാനലിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പേര് കൊടുത്തത് എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവാം. ഈ ചാനലിലൂടെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും നല്ല വശങ്ങളും അതോടൊപ്പം തന്നെ മോശവശങ്ങളെക്കുറിച്ചും നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ സത്യസന്ധമായ രീതിയിലുള്ള ഒരു റിവ്യൂസ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കണം എന്നൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഈ ഒരു ചാനലിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ അതോടൊപ്പം തന്നെ എയർപോഡ് വേർഷൻ 2 ഈ രണ്ടിന്റെയും ഒരു കമ്പാരിസൺ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രൈസ് തന്നെയാണ്. എയർപോഡ് പ്രോന് $249 ആണ് വരുന്നതെങ്കിൽ വേർഷൻ 2 വന്നിട്ട് $199 മാത്രമാണ് വില വരുന്നത്. ഇത് രണ്ടിന്റെയും പ്രധാനപ്പെട്ട വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടിലും വരുന്ന ടിപ്പാണ്. നമുക്ക് എയർപോഡ് പ്രോയിലാണെങ്കിൽ അതിന്റെ ടിപ്പ് നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. 3 ടൈപ്പിലുള്ള ടിപ്പ് ഉപയോഗിച്ച് നമ്മുടെ ചെവിക്കനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് അതിനെ കസ്റ്റം ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ എയർപോഡ് 2 വരുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ആപ്പിളിന്റെ ഇയർഫോൺ വരുന്ന രീതിയിലുള്ള അതേ ഇയർ ടിപ്പ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആക്റ്റീവ് നോയ്സ് കാൻസലേഷൻ ആണ് എയർപോഡ് പ്രോയുടെ പ്രധാനപ്പെട്ട വേറൊരു പ്രത്യേകത. നോയ്സ് ക്യാൻസലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സൗണ്ടുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അത് കോളിൽ സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുകയാണെങ്കിലോ പുറത്തുനിന്നുള്ള സൗണ്ടുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് 100% നമുക്ക് ഈ ഒരു മ്യൂസിക്കിലേക്ക് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് ആപ്പിൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്രാൻസ്പെറൻസി മോഡ് എന്നൊരു മോഡിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ടും ഇതോടൊപ്പം തന്നെ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തൊരു പ്രത്യേകത, എയർപോഡ് 2 അപേക്ഷിച്ച് എയർപോഡ് പ്രോയിലുള്ളത് എയർപോഡ് പ്രോ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതായത് നമ്മൾ വർക്കൗട്ടിന് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് മഴയത്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് എയർപോഡ് പ്രോ വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വെള്ളം കയറുക അല്ലെങ്കിൽ വേർപ്പ് അകത്ത് കയറുന്ന പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷേ എയർപോഡ് വേർഷൻ 2 അല്ലെങ്കിൽ വേർഷൻ 1 ആ ഒരു ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. എയർപോഡ് പ്രോയിലും എയർപോഡ് വേർഷൻ 2 ആപ്പിൾ തന്നെ വികസിപ്പിച്ചെടുത്ത H1 ചിപ്പ് തന്നെയാണ് രണ്ടിലും യൂസ് ചെയ്തിട്ടുള്ളത്. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർപോഡ് 2 അപേക്ഷിച്ച് എയർപോഡ് പ്രോയിൽ അരമണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കുറവാണ്. അതായത് എയർപോഡ് 2 നമുക്ക് 5 മണിക്കൂറാണ് നമുക്ക് ലിസണിങ് ടൈം അല്ലെങ്കിൽ ആ ഒരു യൂസ് ചെയ്യാനുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതെങ്കിൽ എയർപോഡ് പ്രോയിൽ 4.5 മണിക്കൂർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ രണ്ട് വയർലെസ് കേസുകളിലും നമുക്ക് 24 മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായി ഡിസൈനിങ്ങിലും നമ്മൾ ആ ഒരു കംഫർട്ടബിലിറ്റിയുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയർപോഡ് പ്രോയുടെ പ്രധാന പ്രത്യേകത ഇതിന്റെ ടിപ്പ് തന്നെയാണ്. ഇത് 3 സൈസിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെവിക്കനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ടിപ്പിനെ മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഏത് സമയം നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് വളരെ കംഫർട്ടായ രീതിയിൽ അല്ലെങ്കിൽ അത് വീണു പോവാത്ത രീതിയിലുള്ള ഒരു കംഫർട്ടബിലിറ്റി നമുക്ക് ഈ എയർപോഡ് പ്രോയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എയർപോഡ് 2 കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടിപ്പ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇതിൽ വരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇതുവരെയുള്ള ആപ്പിളിന്റെ എല്ലാ ഇയർഫോണും വന്നിരിക്കുന്ന അതേ ഒരു ഡിസൈനിൽ തന്നെ വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇയർഫോൺ ഉപയോഗിച്ച് ശീലമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് വലിയൊരു വ്യത്യാസം നമുക്ക് ഇതിൽ ഫീൽ ചെയ്യത്തില്ല. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും എയർപോഡ് പ്രോ തന്നെയാണ് കൂടുതലായിട്ടും നമ്മുടെ ഫിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും എയർപോഡ് പ്രോ തന്നെയാണ് മികച്ചത്. അടുത്തത് ഇതിന്റെ രണ്ടിന്റെയും വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർപോഡ് പ്രോ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അതേസമയം നമുക്ക് എയർപോഡ് 2 വരുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഏകദേശം 1.5 ഗ്രാംസിന്റെ വ്യത്യാസമാണ് രണ്ടും തമ്മിലുള്ളതെങ്കിലും നമ്മളത് ചെവിയിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം ആദ്യമൊക്കെ അനുഭവപ്പെടുമെങ്കിലും പക്ഷെ പിന്നീട് അത് വളരെ കംഫർട്ടായ രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്തത് ഇതിന്റെ സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൾ ആൻസർ ചെയ്യാനുള്ള ആ ഒരു പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എയർപോഡ് 2 നമുക്ക് ടാപ്പിംഗ് ഫെസിലിറ്റിയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നെക്സ്റ്റ് സോങ്ങിലേക്ക് മാറാനും അല്ലെങ്കിൽ കോൾ ആൻസർ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ടാപ്പിംഗ്
ടാപ്പിങ്ങിലൂടെ വളരെ ഈസിയായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് എയർപോഡ് 1ലും 2ലും ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എയർപോഡ് പ്രോയിൽ ആ ഒരു രീതിയിലുള്ള ടാപ്പിംഗ് ഫെസിലിറ്റി ഇല്ല. അതിന് പകരം ഒരു ബട്ടൺ ടൈപ്പിലുള്ള ഒരു പ്രസ്സിംഗ്, ഒരു വോയിസ് പ്രസ്സിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് അതിന്റെ ഒരു ബട്ടൺ വരുന്നത്. നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കോൾ ആൻസർ ചെയ്യാനോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യാനോ നെക്സ്റ്റ് മ്യൂസിക് ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ വരുന്നത് ഇവിടെയുള്ള ഒരു ഫോഴ്സ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫോഴ്സ് ബട്ടൺ ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ അത് നമ്മുടെ ചെവിയിൽ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് എയർപോഡ് 2 ആണ്. അതേസമയം എയർപോഡ് പ്രോയിൽ നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്യാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം രണ്ടിന്റെയും ലെങ്തിലുള്ള ആ ഒരു വ്യത്യാസമാണ് നമ്മുടെ ആ ഒരു കംഫർട്ടബിലിറ്റി കുറക്കുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അടുത്തതായി ഇത് രണ്ടിലുമുള്ള ഒരു പ്രത്യേകതയാണ് സിറി ഇനാബിൾഡ് ആണ്. രണ്ടിലും സിറി വരുന്നുണ്ട്. സോ ഹേ സിറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് ഡിവൈസും ആക്റ്റീവായി വരുന്നതും നമുക്കത് സിറി യൂസ് ചെയ്യാവുന്നതുമാണ്. അടുത്തതായി എയർപോഡ് പ്രോയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളെ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർപോഡ് പ്രോയുടെ പ്രത്യേകതയാണ് ഓഡിയോ ട്രാൻസ്പെറൻസി മോഡ്. അതായത് നമുക്ക് പുറത്തു നിന്നുള്ള ശബ്ദത്തെ കൺട്രോൾ ചെയ്യാം. അത് നമുക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. അതിനുള്ള ഒരു ട്രാൻസ്പെറൻസി മോഡ് ഫെസിലിറ്റിയാണ് ആപ്പിൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു വെന്റ് സിസ്റ്റം അതായത് പുറത്തു നിന്നുള്ള ആ ഒരു നമ്മുടെ ചെവിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സാധാരണ നമുക്ക് ഇതുപോലുള്ള സിലിക്കോൺ ടിപ്പുകളുള്ള ഇയർഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ ഒരു പ്രഷർ രൂപാന്തരപ്പെടുന്നത് നമുക്കൊരു ചെവിയടഞ്ഞ രീതിയിലുള്ള ഒരു സാഹചര്യം ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിലുള്ള ഒരു വെന്റ് സിസ്റ്റം കാരണം ആ ഒരു പ്രശ്നത്തിൽ നിന്നും ആപ്പിളിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആപ്പിളിന്റെ പ്രൊഡക്റ്റിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി ഒരു പ്രത്യേകത അഡാപ്റ്റീവ് ഈക്വലൈസർ ആണ്. ഇതിന്റെ അകത്ത് തന്നെ അവർ ഇൻബിൽട്ട് ചെയ്തിട്ടുള്ള ഒരു ഈക്വലൈസർ വഴി നമുക്ക് സൗണ്ട് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ സൗണ്ട് വരുന്ന സമയത്ത് അതിന്റെ ആ ഒരു ക്വാളിറ്റിയെ ചെവിക്കനുസരിച്ചിട്ടുള്ള രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് നമുക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ്. ഇനി നമുക്കൊരു ഫൈനൽ കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. എയർപോഡ് പ്രോ ആണോ അല്ലെങ്കിൽ എയർപോഡ് 2 ആണോ അല്ലെങ്കിൽ എയർപോഡ് 1 ആണോ, ഏത് വാങ്ങിക്കുന്നതായിരിക്കും ഉചിതം? കാരണം പുതുതായിട്ട് വാങ്ങിക്കുന്നവർക്ക് പ്രൈസ് ഒരു ഫാക്ടർ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് എയർപോഡ് പ്രോ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം അതിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഇയർഫോൺ അല്ലെങ്കിൽ വയേർഡ് ഇയർഫോൺ അല്ലെങ്കിൽ മറ്റുള്ള ബ്ലൂടൂത്ത് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ബ്ലൂടൂത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള ഇയർഫോൺ എന്നൊരു ഫെസിലിറ്റി മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് എയർപോഡ് 2 തന്നെ വളരെ ധാരാളമാണ്. കാരണം അതിൽ ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്വാളിറ്റി ഓഡിയോ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർപോഡ് പ്രോയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു പ്രൈസ് ഫാക്ടറായി വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് എയർപോഡ് 2 ആണ്. അതുമാത്രമല്ല എയർപോഡ് 2വിന്റെ ആ ഒരു കംഫർട്ടബിലിറ്റി നമ്മൾ മറ്റുള്ള ആപ്പിളിന്റെ ഇയർഫോൺ സ്ഥിരമായി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എയർപോഡ് 2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല. അതൊന്നും കൂടെ കൂടുതൽ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ എയർപോഡ് പ്രോ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു അൺകംഫർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല അതിന്റെ വെയിറ്റും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഡിസൈന് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടാക്കും. അപ്പോൾ പ്രൈസ് ഫാക്ടർ അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും എയർപോഡ് പ്രോ തന്നെയായിരിക്കും കൂടുതൽ ബെറ്റർ. പ്രൈസ് ഫാക്ടർ ആവുന്നവർക്ക് എയർപോഡ് 2 വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് മിസ്സാവുന്നത് ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നൊരു ഫെസിലിറ്റി ആണെങ്കിലും കൂടുതൽ ടേക്ക് കെയർ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എയർപോഡ് 2 തന്നെ ധാരാളമാണ്. പക്ഷേ പ്രൈസ് ഫാക്ടർ അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും എയർപോഡ് പ്രോ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് മാത്രമല്ല എല്ലാ രീതിയിലും അതിന്റെ ഡിസൈനിങ്ങും അല്ലെങ്കിൽ ആ ഒരു രാജകീയപരമായുള്ള ഒരു ഡിസൈൻ ഇതിനൊക്കെ നമുക്ക് എടുത്തു പറയത്തക്കമായിട്ടുള്ള ഒരു വിശേഷണങ്ങൾ തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള പ്രൊഡക്ട്സുകളുടെ റിവ്യൂമായിട്ട് വരുന്നതാണ്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ആപ്പിളിനെ കുറിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഫേസ്ബുക്കിൽ ബന്ധപ്പെടാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.